എന്താടോ ഇരിക്കെ. അത് ഡോക്ടറെ, എൻ്റെ ഡേറ്റ് എടുക്കാറായിരിക്കും. അപ്പോൾ ഈ ഗ്യാസ് വലിച്ചാൽ നമുക്ക് വേദന ഇല്ലാതെ പ്രസവിക്കാൻ പറ്റുമോ? കേട്ടതിൽ കുറച്ച് ശരിയുണ്ട്, കുറച്ച് തെറ്റുമുണ്ട്. നിങ്ങൾ ഈ ഗ്യാസ് വലിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എൻറ്റനോക്സ് ആണ്. അതായത് നൈട്രസ് ഓക്സൈഡും ഓക്സിജനും രണ്ട് ഗ്യാസസിൻ്റെ ഒരു മിക്സ്ചറാണ്. സോ ഈ എൻറ്റനോക്സ് വലിക്കുമ്പോൾ പ്രസവ സമയത്തെ വേദന ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. പക്ഷേ 100% പെയിൻ റിലീഫ് ഇല്ല. പെയിൻലെസ് ലേബറിന് എപ്പിഡ്യൂറൽ തന്നെ എടുക്കണം. അത് ഡോക്ടറെ, ഈ ഗ്യാസ് വലിച്ചാൽ എങ്ങനെ പെയിൻ പോകുന്നത്? അതായത് ഈ എൻറ്റനോക്സ് നമ്മൾ ഒരു മാസ്ക് വഴിയാണ് ഇൻഹെയിൽ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ശ്വാസനാളത്തിൽ നിന്ന് ബ്ലഡിലേക്ക് കയറും. ഒരു 30 to 50 സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഈ ഗ്യാസ് നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും എത്തും. അപ്പോൾ ബ്രെയിനിൽ ഇത് കുറേ ഓപ്പിയോയിഡ്സ് റിലീസ് ചെയ്യും. ഈ ഓപ്പിയോയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെയിൻ കില്ലറായിട്ടൊക്കെ കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ് ഈ ഓപ്പിയോയിഡ്. അത് നമ്മുടെ ബോഡിയിൽ തന്നെ റിലീസ് ചെയ്യും. മാത്രമല്ല സ്പൈനൽ കോഡിൽ ചെന്നിട്ടും നമ്മുടെ ലേബർ പെയിൻ കൊണ്ടുവരുന്ന പെയിൻ റിസപ്റ്റേഴ്സിൽ ആക്ട് ചെയ്ത് അത് പെയിൻ്റെ സെൻസിറ്റിവിറ്റി കുറയ്ക്കും. മാത്രമല്ല ആ സമയത്തുള്ള നിങ്ങളുടെ ആങ്സൈറ്റി ഒരു പരിധി വരെ കുറയ്ക്കും. ഡോക്ടർ, എനിക്ക് ആകെ ടെൻഷനുണ്ട്. ഇതെങ്ങനെയാണ് വലിക്കുന്നത്? വേണമെങ്കിൽ ഞാനൊരു ഡെമോ കാണിച്ചു തരാം. വരും. ഇതാണ് നമ്മൾ എൻറ്റനോക്സ് വലിക്കുന്ന മാസ്ക്. ഓക്കെ, ഈ വൈറ്റ് ഓക്സിജൻ ആണ്, ഇത് നൈട്രസ് ഓക്സൈഡ് ആണ്. ഇത് രണ്ടും 50% ആണ് ഇവിടെ വന്ന് മിക്സ് ആയിയാണ് ഈ മാസ്കിൽ കൂടെ ഗ്യാസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മാസ്ക് നമ്മുടെ മുഖത്തിങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ വലിക്കുന്നത്. ഇത് ഫുൾ ടൈം വലിക്കേണ്ട കാര്യമില്ല. പെയിൻ വരുമ്പോൾ മാത്രം ഗ്യാസ് വലിച്ചാൽ മതി. നിങ്ങൾക്ക് പെയിൻ തുടങ്ങുന്നു എന്ന് മനസ്സിലാവുന്ന സമയത്ത് ഈ മാസ്ക് എടുത്ത് മുഖത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഹസ്ബൻഡ് ഫ്രണ്ട്ലി ആൻഡ് ഹസ്ബൻഡ് കൂടെ ഉണ്ടാവും. പക്ഷേ ഹസ്ബൻഡ് അല്ല മാസ്ക് പിടിച്ച് തരേണ്ടത്, നമ്മൾ സ്വന്തമായിട്ട് തന്നെ മാസ്ക് പിടിക്കണം. ഓക്കെ, ഇതിനകത്തൊരു വാൽവ് ഉണ്ട്. അതൊരു ഡിമാൻഡ് വാൽവാണ്. നമ്മൾ ഡീപ് ബ്രെത്ത് എടുക്കുമ്പോൾ മാത്രമേ ആ വാൽവ് തുറന്ന് ഗ്യാസ് വരുള്ളൂ. പെയിൻ ഉള്ള സമയം മുഴുവൻ വലിക്കുക, പെയിൻ തീരുമ്പോൾ മാസ്ക് മാറ്റി അവിടെ വെക്കുക. ഡോക്ടറെ, അപ്പോൾ ഈ ഗ്യാസ് വലിക്കുന്നതുകൊണ്ട് എനിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും ദോഷമുണ്ടോ? ഇല്ലടോ, അമ്മയ്ക്കും കുഞ്ഞിനും സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ചില പേഷ്യൻസിന് ഒരു വോമിറ്റിംഗ് സെൻസേഷൻ, ഒരു ലൈറ്റ് ഹെഡഡ്നെസ് ഒക്കെ വരാറുണ്ട്. പക്ഷെ അത് പെയിൻ്റെ സമയത്ത് മാത്രം വലിക്കുവാണെങ്കിൽ സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ വരില്ല. ഓക്കെ.